ഹലോ ഗായ്സ്, അങ്ങനെ ജിഷിനും പ്രവീണും കൂടി ഹൗസിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രവീണും ആദിലയും നൂറയും അതുപോലെ തന്നെ ശൈത്യം കിടപ്പുണ്ട്. കട്ടിലിൽ കിടന്നിട്ട് അവരാദ്യം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനും അനുമോളുമായിട്ട് പ്രവീണ് പറയുന്നതാണ്, നിങ്ങൾ കോമ്പോ പിടിക്കാൻ ശ്രമിച്ചതല്ലേ, ലവ് ട്രാക്ക് അല്ലായിരുന്നോ എന്ന് ചോദിക്കണം. അത് നോക്കിയായിരുന്നു, ലവ് ട്രാക്ക് ആയിരുന്നു ഞങ്ങൾ പിടിക്കാൻ ശ്രമിച്ചത്, അതിനു മുമ്പ് ഞാൻ പുറത്തായിപ്പോയി എന്ന് അവിടെ പ്രവീൺ അവിടെ നിന്ന് പറയുകയാണ്. അതിനുശേഷം അനുമോൾ അങ്ങോട്ട് വരുന്നുണ്ട്. അനുമോളുടെ പുറകെ തന്നെ അനുമോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ പ്രവീൺ അനുമോളുടെ പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് മേക്കപ്പ് ഏരിയയിൽ വന്നിരുന്നിട്ട് അവർ പറയുകയാണ്, നമ്മുടെ ഒക്കെ പുറത്തു വന്ന് നമ്മൾ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയതായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു അത് ശരിയായെന്നും പറഞ്ഞിട്ട് അനുമോൾ ഭയങ്കരമായിട്ട് നാണം കലർന്ന ചിരി ചിരിക്കുന്നു. അതിനുശേഷം പിന്നീട് പ്രവീൺ ചോദിക്കുന്നു, നിനക്ക് എന്താ തോന്നിയ അനീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് എന്താണ് തോന്നിയത്? ഞാനങ്ങ് ചമ്മിപ്പോയെന്ന്. ഇതൊന്നും അല്ലല്ലോ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൻ്റെ ആ ഒരു സമയത്ത് ലാലേട്ടനോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഒരുപാട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ വിവാഹം കഴിക്കാമോ അല്ലെങ്കിൽ വിവാഹിതരാവാം എന്ന് പറയുന്നതൊക്കെയാണല്ലോ മനിമോളെ. അപ്പം ഇവിടെ വന്ന ആൾക്കാരോട് മുഴുവൻ ലവ് ട്രാക്ക് പിടിച്ചിട്ട് ലവ് കോംബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നടന്നത്. നല്ല ക്യാരക്ടർ കേട്ടോ. ഇത്രയും നല്ല ക്യാരക്ടറുള്ള ഒരു പെണ്ണിനെ ഈ കേരളത്തിൽ തന്നെ കാണാൻ പറ്റുമോ എന്നുള്ള സംശയം. കാരണം സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള റിയാലിറ്റി ഷോയിലൊന്നും കുറച്ചൊക്കെ മാന്യത ഉണ്ടാവാം. പിന്നെ റിയാലിറ്റി ഷോ അല്ലേ, പിന്നെ എന്നാലും ലവ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ലവ് ചെയ്യുന്നുണ്ട്. എന്നാലും കല്യാണമൊക്കെ കഴിക്കാത്ത പെങ്കൊച്ചുങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെയും മാറി മാറി ആരിൻ്റെ പറയുന്നിട്ട് ആരിന് ക്രഷ് ആണെന്നുള്ളത് നമ്മൾ ആ വീഡിയോസ് കണ്ടതാണ്. ആരിന് ക്രഷ്, നിനക്ക് ആരിനോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതും ഒരു നാണം കലർന്ന പോവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലജ്ജ കലർന്ന ചിരിയോടുകൂടി ശൈത്യോട് പറയുന്ന വീഡിയോസ് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ആ ഒരു ലൈവും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നെ പ്രവീൺ വന്നപ്പോൾ പ്രവീണുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കി. പ്രവീണിൻ്റെ നാട്ടുകാരെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് അനീഷേട്ടനോടായി. പിന്നെ നോക്കിയപ്പോൾ അതിൽ ബാക്കിയുള്ളതിൽ ബെറ്റർ ഇപ്പോൾ അനീഷേട്ടനാണെന്ന് തോന്നിയപ്പോൾ. കാരണം ഷാനവാസൊക്കെ മൂത്തതല്ലേ, പിന്നെ അക്ബർ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്. പിന്നെ അവിടെ വേറെ ആരാ ഉള്ളത്? വേറെ നിവിനാണെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല, പാവം അവൻ പെങ്കൊച്ചായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ വേറെ ആരെയും നോക്കാനില്ലാത്തതുകൊണ്ട് ഒരു പാവപ്പെട്ടവനെ ലവ് ട്രാക്കി കോമാളിയാക്കാമെന്ന് വിചാരിച്ചോ? എന്നൊക്കെ ജനങ്ങളും മറുപടി പറയും അനുമോളെ. കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ട്. ഇവരുടെ ഈ സംഭാഷണവും അതുപോലെ തന്നെ മറ്റവരുമായിട്ട് പ്രവീൺ ഇരുന്ന് സംസാരിക്കുന്നതും എന്നിട്ട് പിന്നെ അത് വിഷയം മാറ്റാൻ വേണ്ടി നമ്മുടെ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു, പുറത്തൊക്കെ വന്നായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലായ്മ. കാരണം അനുമോളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരുപാട് വീഡിയോസ് ഞാൻ ആദ്യം മുതൽ തന്നെ ചെയ്യുന്നുണ്ട്. എത്ര എഫോർട്ട് എടുത്താണെന്നറിയാം നമ്മൾ ചെയ്യുന്നത്. നമ്മളൊന്നും മോണിറ്റൈസേഷൻ ആയ ചാനൽ പോലും അല്ലായിരുന്നു, എന്നിട്ട് പോലും നമ്മൾ എത്ര എഫോർട്ട് എടുത്താണെന്നറിയാം ആ വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ഇത് കാണുമ്പോഴേ. ഒരു മാന്യമായ സ്വഭാവമുള്ള പെങ്കൊച്ചാന്ന് വിചാരിച്ചു. കാരണം എന്നെയാണ് എന്നിൽ കണ്ടത്. കാരണം അത്രയും കുസൃതിയും അതുപോലെ ഓടി നടക്കുന്നതും അതും ആ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ എനിക്കിഷ്ടമുള്ള ജോലിയായിരുന്നു. പലതും ഒരുപാട് എന്നിൽ നിന്ന് മാനറിസം വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എനിക്കത് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം.